ഞാൻ ആദ്യം ചെന്നൈ വരുമ്പോൾ തന്നെ 2ാം ക്ലാസ് തന്നെ ഇവിടുത്തെ പിള്ളേർ മൊത്തം അവരുടെ ഫേവറേറ്റ് ബാൻഡ്സ് ഒക്കെ അന്നേ സെറ്റ് ചെയ്ത് കഴിഞ്ഞു എല്ലാം. അപ്പോൾ ഞാൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ മ്യൂസിക്, ഫിലിം മ്യൂസിക് എനിക്ക് അന്ന് എനിക്കിഷ്ടം. എനിക്ക് അന്നൊന്നും ആർട്ടിസ്റ്റ് ഓർമ്മ ഉണ്ടാവില്ല, ആൽബത്തിൻ്റെ പേര് ഓർമ്മ ഉണ്ടാവില്ല, പാട്ടറിയാം. നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ലിറിക്സ് ഒക്കെ ആയിരിക്കും. ഒരു 5-6 വയസ്സിൽ ഇംഗ്ലീഷ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ എന്നിട്ട് ഇപ്പോൾ ഈ ഇടയ്ക്ക് ആ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണല്ലോ അതിൻ്റെ ലിറിക്സ്. സോങ് ഒരു പണ്ടൊരു പാടിനൊരു ബോയ്സ് 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 ഐ യു ലുക്കിംഗ് ടു ഹാവ് എ ഗുഡ് ടൈം എന്നാണ് ലിറിക്. ലുക്കിംഗ് ടു ഹാവ് എ ഗുഡ് ടൈം എന്ന് പറയും. ഞാൻ ചെറുപ്പത്തിലേക്ക് കേൾക്കണത് ലിക്വിഡ് ജാം എ ഗുഡ് ടൈം എന്നങ്ങനെ ഞാൻ കേൾക്കുന്നത്. അപ്പം ഞാൻ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഭയങ്കര കൂളായിട്ട് കാറിലിരുന്ന് ലിക്വിഡ് ജാം എന്നാണ് ഞാൻ കേൾക്കണത്. പക്ഷേ ലുക്കിംഗ് ടു ഹാവ് എവ്രിബഡി ഹാസ് എ ഹാപ്പി ഡാൻസ്. എൻ്റെ യൂഷ്വൽ സാധനം. എന്നാൽ എൻ്റെ ഫ്രണ്ട്സ് ചെറുപ്പത്തിലെ പറയണത് ദുൽഖറിൻ്റെ മറ്റേ ബോക്സിംഗ് ഡാൻസ് ആണ്. കാരണം എപ്പോഴും ഇങ്ങനെ അപ്പോൾ ഹിറ്റ് സംബടി അങ്ങനത്തെ ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞത്. അവർ മറ്റേ വൈപ്പർ മൂവ്സ് ഒക്കെ ആണല്ലോ എപ്പോഴും. അപ്പോൾ ഞങ്ങളൊക്കെ അത് കളിയാക്കി കാറിലെ പോലെ സ്പീഡൊക്കെ ഇടും. പിന്നെ മറ്റേ ഇന്റർമിറ്റന്റ് മന്ദാരപ്പൂ വിരിയണതെങ്ങനാണെന്ന്, മന്ദാരപ്പൂ വിരിയണതെപ്പോഴാണെന്ന്. ഡാൻസ് മൂവ്സിന് നല്ല ഒപ്പീനിയൻ ഉണ്ട്. മറ്റേ ഇതാണ്, അതായത് കാണുമ്പോൾ സിമിലർ ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ എന്തായാലും ഒരു രീതിയിലും മറ്റേ ഹൃത്തിക് റോഷൻ ആവില്ല. പക്ഷെ ഞാൻ പേടിച്ച് ഇതുവരെ അഭിനയിക്കണ പോലെ തന്നെ പേടിച്ച് ഡാൻസ് ചെയ്ത് അതെൻ്റെ മുഖത്താടും. എൻ്റെ ഡാൻസും ഭയങ്കര ബോറായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഞാനങ്ങ് കണ്ണുപൂട്ടിയൊക്കെ എൻജോയ് ചെയ്തൊക്കെ ഡാൻസ് ചെയ്ത് തുടങ്ങി.